സജോ, ഒരു ഭാഗത്ത് കൂടുതൽ ആളുകൾ യുവാക്കൾ ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമര നടക്കുന്ന ഇടത്തേക്ക് ജന്തർ മന്ദറിലേക്കൊക്കെ നോബിൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഇന്നിപ്പോൾ അവധി ദിവസമാണ്, അതുകൊണ്ട് കൂടുതൽ പ്രതിഷേധക്കാർ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സമരത്തെ തളർത്താനുള്ള നീക്കവും മറുഭാഗത്ത് നമ്മൾ കാണുകയാണ്. സജോ, വിനീത, ഉറപ്പായും അതായത് പാറ്റകളുടെ സമരവേദിയിലേക്ക് രാജ്യമെമ്പാടു നിന്നും ആളുകളുടെ വലിയ തോതിലുള്ള ഒഴുക്കുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അതിൽ കാര്യമായി എന്തെങ്കിലും കുറവ് വരുത്താൻ കഴിയുന്നില്ല എന്ന വലിയ ആശങ്ക സ്വാഭാവികമായി തന്നെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനിടെയും ഈ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. 18ഓളം മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുകൊണ്ട് ഇന്റർനെറ്റ് നിയന്ത്രിച്ചുകൊണ്ടുള്ള വലിയ നിയന്ത്രണമുണ്ട്. ഇത് കൂടാതെ പ്രധാന പാതകളിലൊക്കെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ കഴിയും വിധമുള്ള പോലീസിനെ വിന്യസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർലമെന്റിൽ നിന്നും അധികമല്ലാതെ, അതായത് സൗത്ത് ബ്ലോക്കിൽ നിന്നും അധികം അകലെയല്ലാത്ത ഈ മൗലാന ആസാദ് റോഡിലാണ്. ഇവിടെയും നമുക്ക് നേരെ എതിർഭാഗത്തേക്ക് റാഫി മാർഗിലേക്ക് പോകുന്ന ഭാഗത്തും വലിയ പോലീസ് സാന്നിധ്യവും അവിടെ ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്തും നേരെ എതിരേക്ക് ആസാദ് റോഡിലേക്ക് പോയാൽ അവിടെയും ഈ നിയന്ത്രണമാണ്. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ എനിക്ക് തൊട്ടടുത്തുള്ളത് സേവാതീർത്ത് മെട്രോ സ്റ്റേഷനാണ്. ഇങ്ങോട്ടേക്ക് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി. ഇതൊരു പ്രധാനപ്പെട്ട, അതായത് തന്ത്രപ്രധാന കേന്ദ്രത്തിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. ഇവിടെയും അടച്ചിട്ടിരിക്കുകയാണ്. അതായത് വലിയ തിരക്കിൽ ആളുകളെല്ലാം ആശ്രയിക്കുന്ന മെട്രോ സ്റ്റേഷൻ, 18ഓളം മെട്രോ സ്റ്റേഷനുകളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനാണ് ഇത്. ഇവിടെയും ഇവിടെ ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട്, സേവനങ്ങൾ ലഭ്യമല്ല എന്ന്. ഓരോ ദിവസത്തെയും ഡേറ്റ് മാറ്റി തിരുത്തി ഈ നോട്ടീസ് ഇവിടെ പതിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഇതുവഴിയുള്ള ഈ സാധാരണ പല രൂപത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകർ എത്തിച്ചേരുക. അപ്പോൾ അവർ പ്രധാനമായും ആശ്രയിക്കുന്ന ഇത്തരം മെട്രോ സ്റ്റേഷനുകൾ ഇറങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് മറ്റു മാർഗ്ഗങ്ങളിലൂടെ, അതായത് ഓൺലൈൻ ടാക്സി മാർഗ്ഗങ്ങളിലൂടെയോ അതല്ലെങ്കിൽ നടന്നോ മറ്റോ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക, പൊതുഗതാഗത സംവിധാനവും. പക്ഷെ അതൊന്നും ലഭ്യമല്ലാത്ത നിലയുണ്ട്. അങ്ങോട്ടേക്ക് ഇന്റർനെറ്റ് നിയന്ത്രണം ഉള്ളതുകൊണ്ട് ആ മാർഗ്ഗമില്ല. അപ്പോൾ ഇവിടെ സേവനം ലഭ്യമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ദിവസവും ആ ഡേറ്റ് ഇങ്ങനെ തിരുത്തുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ സമ്പൂർണ്ണ നിയന്ത്രണമാണ്. സമാനമായ രൂപത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടും. നേരെ എതിർഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ സൗണ്ട് ബോക്സ് ഒക്കെ വെച്ച് ഇവിടെയും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ അടിയന്തരമായത് നൽകാൻ വേണ്ടിയുള്ള മുന്നൊരുക്കമാണ്. നേരെ എതിർഭാഗത്തും, അതായത് ദില്ലി ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന സമാനമായ രൂപത്തിലുള്ള സാധാരണ ഉള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുകൂടാതെ പ്രത്യേകമായി തന്നെ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അവിടെയെല്ലാം പോലീസിന്റെ സാന്നിധ്യമാണ് എല്ലായിടങ്ങളിലും ഉള്ളത്. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്നും നാളെയും അവധി ദിനമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തും. ഇന്ന് 3:30-ക്ക് ശേഷം എന്ത് തീരുമാനം ഉണ്ടാകുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് CJP നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്നാണ്. അവർ പ്രധാന രാജിയല്ലാതെ മറ്റ് പോംവഴികളില്ല ഈ സമരത്തിന് ഒരു സ്വാഭാവിക പരിണതി ഉണ്ടാകാൻ, അന്ത്യം ഉണ്ടാകാൻ എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു. അതിനിടെയാണ് പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും തത്വത്തിൽ വഴങ്ങുന്നുണ്ട് എന്ന കാര്യം അവർ പറയുന്നു. അതായത് ഈ കാര്യത്തിൽ NDA-യിലുള്ള നടപടി, അതുകൂടാതെ ഈ പോലീസ് നടപടിയുടെ കാര്യത്തിൽ കേസുകൾ ഉണ്ടാകാതിരിക്കുക എന്ന ആവശ്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും അത് പോരാ എന്ന കർശന നിലപാട്. എന്നാലും പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഇത്രയും നിയന്ത്രണങ്ങൾക്കിടെയും ഒരു കുറവില്ല. പക്ഷേ നിയന്ത്രണങ്ങൾ അതേപോലെ കടുപ്പിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ. ഇന്ന് 3:30-ക്ക് ശേഷം എന്ത് തീരുമാനം എന്നാണ് ഏറ്റവും നിർണായകം. ശരി, അത് തന്നെയാണ് ഉറ്റുനോക്കുന്നതും രാജ്യം. അത് തന്നെയാണ് 3:30-ക്ക് ചർച്ചയുണ്ട്. കേന്ദ്രമന്ത്രിമാരും CJP നേതാക്കളും തമ്മിൽ അതിലെന്ത് തീരുമാനം വരും എന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ പുറകോട്ടില്ല എന്ന് തന്നെയാണ് CJP യുടെ നിലപാട്.